നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുകയാണ്. നാളെ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വാർത്താ അപ്ഡേറ്റിൽ ഉള്ളത്. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ്, അതായത് IMD, പുതിയ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജൂലൈ 23 വരെ വ്യാപകമായ മഴയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരും കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നാളേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്: ജൂലൈ 19-ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലകൾ ഇനി പറയുന്നവയാണ്: മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ, അതായത് 24 മണിക്കൂറിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് IMD അറിയിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ട് എന്നത് ഭയപ്പെടേണ്ട സാഹചര്യമല്ല, പക്ഷേ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ്. അതോടൊപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ ഇടിമിന്നൽ സമയത്ത് മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും വൈദ്യുതി ലൈനുകൾക്ക് സമീപം പോകുന്നതും പരമാവധി ഒഴിവാക്കണം. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. മഴയെന്നാൽ എല്ലാവരും കുട മാത്രം അന്വേഷിക്കും. പക്ഷേ അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് വഴുക്കലുള്ള റോഡുകളിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലുമാണ്. അതിനാൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുക. കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുകയും സുരക്ഷിതമായ അകലം പാലിക്കുകയും ചെയ്യുക. തുടർച്ചയായ മഴ ലഭിക്കുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിനും ചെറിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിയാനും വൈദ്യുതി ലൈനുകൾ തകരാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിനാൽ അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കണം. കനത്ത മഴ തുടർന്നാൽ മണ്ണിടിച്ചിലിനും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ അപകട സാധ്യതയും നിലനിൽക്കാം. പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും ശ്രദ്ധിക്കണം. ചില സമുദ്ര മേഖലകളിൽ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ യാത്രയ്ക്ക് മുൻപ് ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പരിശോധിക്കുന്നത് നിർബന്ധമാണ്. ഒരിക്കൽ കൂടി നാളേക്കുള്ള പ്രധാന അറിയിപ്പ് പറയാം. ജൂലൈ 19-ന് യെല്ലോ അലർട്ടുള്ള ജില്ലകൾ: മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഈ ജില്ലകളിൽ താമസിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. അവസാനമായി ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി. കഴിഞ്ഞ കുറച്ച് മഴകളിൽ നമ്മൾ കണ്ട ഒരു കാര്യം: ദേശീയപാതയിലെ ചില ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പാലങ്ങളുടെ സമീപത്തും അണ്ടർപാസുകളിലും വെള്ളം കെട്ടി നിൽക്കുകയും ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനാൽ കനത്ത മഴ പെയ്യുന്ന സമയത്ത് അത്തരം സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ആഴം കൃത്യമായി മനസ്സിലാക്കാതെ വാഹനം മുൻപോട്ട് കൊണ്ടുപോകരുത്. ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. മഴക്കാലത്ത് സുരക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കുകയും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുക. ഇത്തരം ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഇൻഫോ മീഡിയ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.